എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാളയിലല്ല, എറണാകുളത്താണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് നോമ്പ് തുറക്കാൻ പോകുന്നു. നോമ്പ് തുറക്കം ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഇക്കൊന്ന് ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞിട്ട്. എന്തൊക്കെയാണ് കളികളെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ മാഹിൻ മച്ചാനാണ് വിളിച്ചേക്കണത്, എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നോമ്പ് പറഞ്ഞെങ്കിലും ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ളൂ. വിഭവസമൃദ്ധമായിട്ടൊന്ന് കഴിക്കണമെന്നുണ്ട്. വിഭവസമൃദ്ധം നോമ്പെന്ന് പറഞ്ഞാല് നമ്മൾക്ക് എന്താ പറയാ, എല്ലാത്തിനും ലിമിറ്റ് വെക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി കൂടുതലൊക്കെ കഴിക്കും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിളി കണ്ടിട്ട് എന്നല്ലാതെ വെറുതെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്, കുറെ ഭക്ഷണങ്ങൾ കഴിക്കാനുണ്ടാവും എന്ന് വിചാരിക്കണം. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം. ഓക്കെ, മലേഷ്യ അമ്പട കേമാ സണ്ണി കുട്ട. എന്നിട്ട് എനിക്ക് മലേഷ്യ ഞാൻ മൊത്തത്തിൽ മലേഷ്യ ഞാൻ ഇന്നലെ തൊട്ടേ പുള്ളി വിളിക്കുകയാണ്. ആരിസിക്ക ഇവിടെ കൊച്ചി. എന്റെ മനസ്സിൽ പുള്ളി നിൽക്കുന്ന ഇങ്ങനെ അസർബൈജാൻ അല്ലെങ്കിൽ മലേഷ്യ, ബാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും മനസ്സിലൊരു ആഗ്രഹം തോന്നി വിളിച്ചതാണ്. പക്ഷെ നമ്പർ ബിസി. ഇന്നലെ അടുത്ത ആള് വന്ന്, അടുത്തതോ ബാങ്കോക്ക് വന്ന്. ആരാ? ബാങ്കോക്ക്. അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോ ചാടി പിടച്ചു വന്ന് സന്തോഷം. പക്ഷെ ഉമ്മയില്ല, ഇത്തയില്ല, മക്കളൊന്നുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓഫീസിൽ നിന്നാണ് നേരിട്ട് വന്നത്. പിന്നെ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അതിന്റെ പേരില് സമയം കിട്ടിയില്ല. നോമ്പൊക്കെ നല്ല വിശപ്പുണ്ട്. അപ്പൊ ഭക്ഷണം തുറപ്പ് ഓടി വന്നതാണ്. ഓക്കെ, അടിപൊളി. ഇക്ക ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം മാറ്റി, ഇക്കൊക്കെ അടുക്കള മാറ്റി വെച്ചിട്ടുണ്ട്. പോരെ? ഇതിന് മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടോ? ചാർക്കോൾ ചാർക്കോളിലേക്ക് വന്നിട്ടില്ല, പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് സുജിത് ഭക്തനും ഇക്കയും കൂടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അടുത്ത മണവാട്ടി പൂജ. ഓ, നോമ്പ് പിടിച്ച ആദ്യമായിട്ട് ജീവിതത്തിൽ നോമ്പ് ഉണങ്ങിപ്പോട്ടോ. നീ ഉണങ്ങിപ്പോയി. മലേഷ്യ, ബാങ്കോക്ക് കല്യാണത്തിന് ചെന്നിട്ട് കാണാൻ പറ്റിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വന്ന് കഴിച്ചതൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അത് നോക്കണത് 6 മാസത്തിന് ശേഷം. തെളിവിന് ഇപ്പോഴാണ് ഞങ്ങൾ ഇത്ര അടുത്ത് കാണുന്നൊക്കെയാണ് കല്യാണം കഴിഞ്ഞത്. എന്റെ ക്യാമറമാൻ ആരാന്ന് കണ്ടോ? ആരാണ് എന്റെ ക്യാമറമാൻ? റാഫി. എന്ത് വേണം? റാഫിയാണ്. ഒരു മിനിറ്റ്, ഇതിനാണ് ക്യാമറ ഹമ്പിളെന്ന് മേടിച്ചു. എനിക്ക് ആളൊന്ന് കെട്ടിപ്പിടിക്കാനുണ്ട്. എനിക്ക് വേറെ കാര്യമുണ്ട്. ഈ കെട്ടിപ്പിടുത്തം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ക്യാമറയിൽ നോക്ക്. നമ്മുടെ സന്തോഷ് സാറായിട്ടുള്ള ഇന്റർവ്യൂവിന് ആ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയാണ്. നന്ദികേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഇവിടെ വേറെ ചിലവരുണ്ട്. രാവിലെ പേപ്പർ വായിക്കുക, എന്നിട്ട് 2-3 പോയിന്റ് എഴുതി വെച്ചിട്ട് മനസ്സിലായില്ല. നീ കണ്ണടിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അത് ശരിയാണ് പറഞ്ഞ. ക്ലബ് എഫ് എമ്മിലെ ഒരു RJ എന്ന് പറയുന്നതില് ആദ്യം പറയുന്ന പേര് റാഫിയുടെ പേരാണ്. അത് ഞാൻ ഒരു ഒട്ടും അസൂയയില്ലാതെ പറയുന്ന ഒരു വ്യക്തിയാണ്. പാട്ടി. അപ്പൊ അംഗങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മുടെ മൈക്കും നമ്മൾ എടുത്തിട്ടില്ല. ലാസ്റ്റ് മിനിറ്റ് വന്നതിന്റെ ഒരു ക്യാമറ ഒന്നും എടുക്കാണ്ട് വന്നത്. അപ്പൊ 2 മച്ചന്മാരും റേഡിയോ ജോക്കികള്, കേരളത്തില് അറിയപ്പെടുന്ന ജനങ്ങളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഇദ്ദേഹം നേരത്തെ നമ്മുടെ കൂടെ ഉണ്ട്. റാഫി ഭായിനെ എനിക്ക് ഭയങ്കര ഫാനായി മാറിയത് സന്തോഷ് സാറിന്റെ ഇന്റർവ്യൂവില് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആരും ചോദിക്കാത്ത കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടിട്ടില്ല എന്നല്ലേ? ഇവരുള്ള കൂട്ടി നിർത്തിക്കോട്ടെ. ഓക്കെ, എന്റെ ആദ്യത്തെ വ്ളോഗ് വന്നപ്പോ കല്യാണം ഉറച്ചു. ശരിയല്ലേ? ഓക്കെ ഓക്കെ. ഇനി അതിനുശേഷം എന്റെ കൂടി ഹണിമൂൺ വന്നു. ആയിക്കോട്ടെ ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മറ്റേ സിനിമയില് അത് പറയില്ലേ, പണ്ട് ഞാൻ കൊച്ചനായി വന്ന സമയത്ത്. അപ്പൊ ഹണിമൂൺ എന്റെ കല്യാണത്തിന് വന്നിട്ട് കാർത്തിക് സൂര്യ അണ്ടർവെയർ വെച്ചപ്പോ കൂടെ നടന്ന് ബിസിനസ് നടത്തിയ വ്യക്തിയാണ്. 3 ഞാൻ മേടിച്ചു. ഓക്കെ, അങ്ങനെ എന്റെ കൂടെ ഹണിമൂൺ വന്ന് അതെന്റെ കൂടെ. അപ്പൊ പിന്നീട് കൊച്ചായപ്പോ വീണ്ടും മലേഷ്യയിലേക്ക് വന്നു.
ഇനി ഇപ്പൊ കൊച്ചു കല്യാണത്തിന് കൊച്ചിന്റെ കല്യാണത്തിന് അടുത്ത ട്രിപ്പ്. ആ കൊച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് സെറ്റാകുമ്പോ അടുത്ത കല്യാണം സോറി അടുത്ത കൊച്ചുകുട്ടി അപ്പൊ അടുത്ത യാത്ര പടച്ചോനെ ബാലു ശരിക്കും അടുത്ത കല്യാണം ഞാൻ വല്ലാതെ ഇക്ക തന്നെ എനിക്ക് പ്രചോദനം തരുമ്പോ ഇങ്ങനെ മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഇനി ഇതുപോലെ ആരും വരും കടന്നു വരും. ക്യാമറ ഓണാക്കി. ഓക്കെ, ഈ ജമൈക്കൻ എന്ന് പറയാൻ കാരണം അത് എന്തുകൊണ്ട് പറഞ്ഞു? അത് അവരുടെ ഉമ്മയും ബാപ്പയും പണ്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പോ ഉണ്ടാക്കിയ മസാലയാണ്. അതുകൊണ്ടാണ് ആ കളർ കണ്ടോ? ആക്ച്വലി ജമൈക്കൻ മസാല ഉണ്ടാക്കുന്ന ഒരു വിധമുണ്ട്. അടുക്കള സൈഡിൽ മാറിയിരുന്ന് മുത്തശ്ശിമാരൊക്കെ ഇഞ്ചി ചതച്ച് മസാല ഇട്ട് ചെറിയ തേനീച്ചയുടെ തേൻ പിതുക്കിയെടുത്ത് അതിലൊഴിച്ച് അതാണ് സ്മോക്ക് ആൻഡ് ഹണി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒക്കി അടിച്ച സാധനമാണ് ഇത്. കോട്ടെ കഴിക്കണോ വേണ്ട? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വേണമെങ്കിൽ കഴിക്കും. നീ കുറെ നേരം എനിക്ക് ദേഷ്യം പറഞ്ഞു. എത്ര പേര് ജനമലയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണം വന്നിട്ട് നീ ഇടാൻ പോടാത്ത പിന്നെ ദേഷ്യം വരില്ല. എത്ര നേരം അങ്ങനെ മാഹിൻ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ചാർക്കോൾ ഷാക്കിലാണ്. അപ്പൊ അവര് അടുത്ത ദിവസം ഓപ്പണിങ്. പക്ഷെ ഇന്നൊരു ട്രയൽ റണ്ണാണ്. അപ്പൊ അവിടെ വന്ന് കുറെ ഭക്ഷണമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളൊപ്പം ഷാഫി മാഹിനുണ്ട്, അമ്പിളുണ്ട്, അമ്പിളിന്റെ വൈഫും ഷാഫി ബൈയുടെ വൈഫൊക്കെ ഉണ്ട്. ഒരുപാട് ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഫുഡ് റിവ്യൂ വേണ്ടി നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. ഇപ്പൊ കുറെ നാളിന് ശേഷം കാണുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് തമാശകളും അളിപ്പൊക്കെ പറഞ്ഞ് പിരിയാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഐറ്റംസ് ഒക്കെ എന്താണെന്ന് നോക്കിക്കോ. മാഹിനൊന്ന് പരിചയപ്പെടുത്തി, എന്താണ് ഐറ്റം? ഇത് സ്മോക്ക് ആൻഡ് ഹണി അൽഫാമ, അതുപോലെ തന്നെ ഇത് ജമൈക്കൻ അൽഫാമ വിത്ത് മന്തി റൈസ്. പിന്നെ ഇവിടെ നമുക്ക് ബട്ടർ ചിക്കൻ കാണാം, ഫ്രൈഡ് റൈസ് കാണാം, നല്ല നാടൻ ബീഫ് റോസ്റ്റ് കാണാം. ഓക്കെ, അതുപോലെ അപ്പുറത്ത് വെജ് കുർമ, വെജ് പുലാവ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ. പറ്റിച്ചാണല്ലേ? ഗോബി മഞ്ചൂരിയൻ ആണ്. ഞാൻ ചില്ലി ചിക്കൻ എന്നാണ് വിചാരിച്ചത്. അപ്പുറത്തും സ്മോക്ക് ആൻഡ് ഹണി അൽഫാം ജമൈക്കൻ. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പറഞ്ഞു നീട്ടി ഞങ്ങൾ എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പൊ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഷാഫി ഭായ് അതൊക്കെ ഉണ്ട്. ഷാഫി ഭായ് വളരെ റയറായിട്ട് കിട്ടുന്നതാണ്. ഭക്ഷണകാര്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞത്? ഭക്ഷണകാര്യത്തിൽ ഇഷ്ടമുള്ളത് എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പൊ ഇന്ന് ഇതായിരിക്കും അൽഫാം. അല്ലാണ്ടുള്ള ഇഷ്ടത്തില് പൊറോട്ട, ബീഫ്, ചോറ്. മാഹിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? എനിക്ക് അൽഫാമും ഷവായും ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഇവിടുത്തെ എന്റെ ഫേവറേറ്റ് ജമൈക്കൻ ചാർക്കോൾ ലെഗ് പീസ്. അല്ലാതെ നോർമലായിട്ട് ബിരിയാണി, മട്ടൻ ബിരിയാണി. നോർമൽ ബിരിയാണി. ഓക്കെ, അപ്പോ യെസ്. മാഹിൻ മച്ചാനൊക്കെ തമ്പനിയിൽ എടുക്കുന്ന കാഴ്ചകളുണ്ട്. എങ്ങനെയൊക്കെ എഫേർട്ട് ഇടണമെന്ന് കണ്ടോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മാഹിൻ പേടിക്കണതല്ല, ഞെട്ടലാണെന്ന്. നീ പേടിക്കാണ്. അല്ലല്ല, ഒന്നും കൂടി പേടിക്കണം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിയിട്ട് വന്ന ഭൂത. രണ്ടാളെ സാഹചര്യം വിട്ടിട്ടുണ്ടായിരുന്നു.
വന്നതിന് ശേഷം വിട്ടിട്ടില്ല. ഇതൊക്കെ ബാക്കിൽ എന്താ കാണിക്കുന്നതൊക്കെ മസാജ്. അപ്പൊ വിട്ടത് വെറുതെ കഴിക്കുന്ന തായ്ലൻഡ് അടിച്ചു കൊടുക്കുന്ന തായ്ലൻഡുകാരെ കളികളുണ്ടാ. പക്ഷെ അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ മസാജൊക്കെ പഠിപ്പിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇവൻ മസാജിന് പോയിട്ട് കാശ് കൊടുത്തില്ല. അവർ പിടിച്ചു നിർത്തി 10 ആളെ മസാജ് ചെയ്യിപ്പിച്ചു വിട്ടത്. മസാജിനോട് കാശ് കൊടുക്കാണ്ട് 10 ആളെ മസാജ് ചെയ്യിപ്പിച്ചല്ലേ വിട്ടത്. അപ്പൊ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് പുറത്ത് നല്ല ചൂടാണ്. അതിനിടക്ക് അച്ഛൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. 10 രൂപക്ക് അൽഫാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ അൽഫാം 10 രൂപക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ട്? 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഭിമച്ചാന്റെ ചാനലൊന്ന് കാണാം. അതുപോലെ ഹമ്പിളിന്റെ ചാനലിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ വന്നിട്ടുണ്ട്. എല്ലാവരും അവരുടെ രീതിയിൽ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷാഫിബയുടെ പരിപാടി ചാനലിൽ തന്നെ കണ്ടാൽ മതി. നിങ്ങൾ എന്തെങ്കിലും പറയും? ആർസിക്കാൻ നമ്മള് വീഡിയോയില് കണ്ടിട്ടുള്ളൂ, നേരിട്ട് നിന്നാണ് ആദ്യമായിട്ട് നമ്മൾ പല വഴിക്ക് പോകുമ്പോൾ തവണകളൊക്കെ ഹോട്ടലിൽ ആർസിക്കല്ല ഇരിക്കണേ നമ്മള് കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഇനി നമ്മള് കൂടുതൽ ആർസിക്കാന്റെ സ്പേസുകളിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ സമയം അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ ഒത്തുകൂടുമ്പോ എങ്ങനെയാണ് സമയം പോണത് അറിയില്ല കേട്ടോ. ഇപ്പൊ സമയം രാത്രി 11:45 കേട്ടോ. അപ്പൊ എപ്പൊ തുടങ്ങിയ പരിപാടി എന്നറിയാം. ഇപ്പൊ എല്ലാവരും ഓരോരോ വഴിക്ക് തിരിഞ്ഞ് ഇനി എന്തായാലും നല്ല സന്തോഷമുള്ള നിമിഷങ്ങള്, നോമ്പ് തുറ, ഭക്ഷണമൊക്കെ അടിപൊളി. അപ്പൊ ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അധികം വൈകാതെ പെരുന്നാളായി, അതുപോലെ തന്നെ ഈസ്റ്റർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ധാരാളം നല്ല നല്ല യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് വെക്കുക. കാരണം ആ ഫെസ്റ്റിവൽ ടൈം ആകുമ്പോഴേക്കും ടിക്കറ്റിന് 2, 3, 4 ഇരട്ടി വിലയിലേക്ക് മാറും. അപ്പോൾ ഇപ്പോഴേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പോക്കറ്റ് ചോരാതെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ നല്ല നല്ല പ്ലാനുകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുമിച്ചൊരു തുക ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ EMI പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം, ഈജിപ്ത്, അസർബൈജാൻ, ജോർജിയ, ഒരുപാട് യാത്രകളുണ്ട്. ഇനി ക്രൂസ് ഷിപ്പിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ചൈന ടൂറുകൾ, ബിസിനസ് ട്രിപ്പുകൾ, ഒരുപാട് ട്രിപ്പുകളുണ്ട്. എല്ലാവരെയും അതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോസ് നമ്മുടെ ചാനലിലൊന്നും കൃത്യമായിട്ടൊന്നും വരുന്നില്ല, തോന്നിയ പോലെയൊക്കെയാണ് വരുന്നത്. പലരും പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇക്ക പഴയ പോലെ ഒന്നും വീഡിയോ ഇല്ലല്ലോ, കാണാറില്ലല്ലോ, ഇപ്പൊ വീഡിയോ ഇടാറില്ല എന്നൊക്കെ ഉള്ളത്. സംഭവം ശരിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന്റെ പിന്നിലായിരുന്നു. അപ്പൊ ഇനി മുതൽ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങളും ഭക്ഷണ വിശേഷങ്ങളും കൗതുകം നിറഞ്ഞ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് വരും. ഒപ്പം തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ നിന്നുള്ള നല്ല ഒരുപാട് അനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി ഇടിവിട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. കുറെ വിശേഷങ്ങളും സസ്പെൻസുകളൊക്കെ പറയാൻ കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. എവിടൊക്കെ വന്നില്ല, മോന്റെ കടയിലേക്ക് വന്നത് ഫുഡ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമ്പോൾ വരാം കേട്ടോ. ഡിന്നർ കിട്ടും. ഓക്കെ.